ഡിസ്ചാർജ് ആയാ? ഡിസ്ചാർജ് ചെയ്യോന്ന് 2 ദിവസമല്ല ആയിട്ടുള്ളൂ ഭീമ. നിങ്ങളൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചിട്ട് ഒരു ഹോസ്പിറ്റലിൽ കയറ്റുക? അല്ല നീ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ പോകണോ? പിന്നല്ലാണ്ട് വയസ്സാങ്കാലത്ത് നമ്മളൊക്കെ ആര് നോക്കാനാണ്? അല്ല ഞാനിപ്പോ ഇതിൽ എന്തെങ്കിലും നീ പറയുന്നത്? ജോന്റെ അങ്കിളില്ലേ? ആരുടെ? ജോമോൻ, അതായത് എന്റെ ചെറുക്കൻ. അന്ന് ജോന്റെ അങ്കിള് നമ്മുടെ വഴി കൂടെ കാറ് വരില്ല, ലോറി വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അപ്പന്റെ കുരു പൊട്ടിച്ച് ആകെ അലമ്പാക്കി പണ്ടാറടങ്ങിയ കല്യാണാലോചന. അതേ ചെറുക്കൻ. അത് ശരി. അപ്പൊ ഇപ്പൊ അമ്മാവന് കുഴപ്പമൊന്നുമില്ല? അത് ജോഡിയിൽ ചെയ്തോളാന്നാ പറഞ്ഞിട്ടില്ലേ. ആക്ച്വലി ജോക്ക് നല്ല താല്പര്യമുണ്ട്, എനിക്കും. ഈ ജോ മോൻ എന്നാണോ വരുന്നത്? അടുത്താഴ്ച. കുറച്ച് ദിവസത്തെ ലീവ് ഉള്ളൂ. അപ്പോ എങ്ങനെയെങ്കിലും അപ്പനെ പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കണം. എങ്ങനെയാ അമ്മയ്ക്ക്? കുഴപ്പമില്ല. ഞാൻ അന്നൊന്നും അറിഞ്ഞില്ലടാ. അടുത്ത ദിവസം രാവിലെ അറിഞ്ഞ. നമ്മുടെ കാര്യം അറിയാലോ. 8 മണിയാകുമ്പോ കൊന്തയും ചെല്ലി ഭക്ഷണം കഴിച്ച് കയറി കിടന്നു ഉറങ്ങുമല്ല. സഹിക്കണാടാ. വേണ്ട. ഓ വേണ്ട. എടാ ഭീമ, ഇപ്പഴാണ് അമ്മ ശരിക്കും ഭീമൻ അമ്മയത്. അച്ഛനെ ഒന്നും സഹായിക്കണ സ്പൈഡർമാനെ. എന്റെ റീത്തെ, ആ ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് ഇവിടെ എത്താൻ 20 മിനിറ്റ് എടുത്തു. എനിക്ക് വയ്യാണ്ടായി പിള്ളേ. സൗകര്യമുള്ള ഒരു പൊതുവഴി വേണമെന്ന് ഈ നാട്ടുകാർക്കെങ്കിലും തോന്നണ്ടേ? ഈ ഭീമൻ പോലും ഇത് പറയണത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ എന്ത് പറയാനാ, ചേച്ചി മുനിസിപ്പാലിറ്റി വിചാരിച്ചു നടക്കും. എടാ നീ ഒന്ന് മനസ്സ് വെച്ചാ ഈ വഴി കൂടെ ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് കാറ് ഞാൻ കേട്ടു. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ഊതാമ്പള്ളിയുടെ അവിടെ നിന്ന് എന്റെ വീട് വരെ 4 മീറ്റർ നടക്കാൻ ആവതില്ലാത്തവനെ എന്റെ മോളെ കെട്ടണ്ടോ? എന്റെ പൊന്നിയേട്ടാ, ഈ വഴിയുടെ പ്രശ്നം പറഞ്ഞ ചെക്കനില്ലല്ലോ. കൂടെ അലങ്കാരത്തിന് കൊണ്ടുവന്ന അമ്മാവനല്ലേ? വിട്ടുകളാ. അലങ്കാരത്തിന് വന്നവനാണേലും ആവശ്യത്തിന് വന്നവനാണേലും ഇരുന്ന ഇരിപ്പിലെ 12 അരിയുണ്ടിയാ അവൻ തിന്നു തീർത്ത്. ഞാൻ അന്നേരം അവളോട് പറഞ്ഞതാ അങ്ങേരാള് ശരിയല്ലാന്ന്. പയ്യൻ പറഞ്ഞ് ശരിയായിക്കോളും. അവന് നല്ല താല്പര്യമുണ്ട്. നമ്മൾ എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? ഞാനും തന്നെ പറയണ. ഒറ്റ മോനാ, വേറെ ബാധ്യതയൊന്നുമില്ല. പിന്നെ കെട്ടുന്നവന് പരാതിയൊന്നുമില്ലെങ്കിൽ നമുക്കെന്താ? അതെ. പിന്നെ അതെ, ഇതൊന്നും വല്ല പ്രശ്നമല്ലെന്നേ. നമ്മുടെ വഴിയുടെ കാര്യമില്ലേ, അതിന് ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കാം. അതെങ്ങനെ ശരിയാവടോ? ഈ വഴി ഉപയോഗിക്കുന്ന വീട്ടുകാരെ എല്ലാവരും വിളിച്ചു ചേർത്ത് ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഈ ഞായറാഴ്ച. നമ്മുടെ വാർഡ് കൗൺസിലർ റീതേച്ചും ഉണ്ടാവും, ഗുലാം ചേട്ടനും ചേച്ചിയും ജാക്കും ഉറപ്പായിട്ടും ഉണ്ടാവണം. അവൻ വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ സംസാരിച്ചു നോക്കാം. വരുവാണെ കൊണ്ടുവരാം. ജാക്ക ഈ വെള്ളരി എനിക്കടാ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ മാപ്പ്. സൈഫൺ ഇവിടെ ആയിട്ട് വരും. നമ്മുടെ ഈ മഞ്ഞ വര കാണുന്നതാണ് നമുക്ക് വീതി കൂട്ടേണ്ട റോഡ്. അതിങ്ങനെ ചെന്ന് പുഴയിൽ അവസാനിക്കും. സൈഫൺ കഴിഞ്ഞ ആദ്യത്തെ 2 പറമ്പുകൾ. ആദ്യത്തെ കൊസ്തപ്പിന്റെ പറമ്പ്, രണ്ടാമത്തെ ഡോക്ടർ സൈമന്റെ പറമ്പ്. ഇവർക്ക് 2 പേർക്കും ഈ വഴി വീതി കൂട്ടുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവരുടെ കാര്യം നമുക്ക് പിന്നെ ഡീൽ ചെയ്യാം. അത് മതി. സൈമൺ ഡോക്ടറിന്റെ പറമ്പിൽ ഈ മൂലയ്ക്ക് കാണുന്ന 2-2.25 സെന്റിലാണ് സീതയുടെ വീട് വരുന്നത്. അതിന്റെ ഇപ്പുറം അഞ്ജുവിന്റെ ജൂഡോ കേന്ദ്രം, ജോബിച്ചേട്ടന്റെ വീട്, വർഗീസേട്ടന്റെ വീട്, എന്റെ വീട്, അങ്ങനെ പോകും. അഞ്ജുവും സീത ഇപ്പൊ ഇവിടെ ഇല്ല. അപ്പൊ അവരോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. എനിക്കൊന്ന് അഞ്ജുവിനോട് റീതേച്ച് ഇന്ന് സംസാരിക്കും അല്ലേ? ചുമ്മാ വെറുതെ കോളും കൊണ്ടിറങ്ങിയേക്കും. ഹിമ, നമ്മൾ ഇത്രയും കാലം ഇവിടെയൊക്കെ തന്നെയല്ലേ ജീവിച്ചത്. വെറും 5 മിനിറ്റ് മതി സൈഫന്റെ അവിടെ എത്താൻ. അതെ, എന്റെ ചേച്ചി, വഴിയുടെ ആവശ്യം നമുക്കാണ്. നമ്മൾ തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഇത് ഇപ്പൊ ഇവിടെ വെച്ച് തീരും. പിന്നെ ആരോഗ്യം ഉള്ളപ്പോഴേ 5 മിനിറ്റ് ഉള്ളൂ. ഇരുന്നും കിടന്നും പരസഹായത്തോടൊക്കെ ഇതിവിടെ പോകേണ്ടതല്ലേ? മരിക്കില്ല എന്ന് ആർക്കും ഉറപ്പൊന്നുമില്ലല്ലോ. ഈ വഴി ഇവിടെ വരാൻ ആഗ്രഹം ഉള്ളവരുണ്ട് ഭീമ. നീ അടുത്ത പരിപാടി എന്നാന്ന് വെച്ചാ പറ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് പുറമെ സ്നേഹനഗറിലെ ഓരോ അംഗങ്ങളിൽ നിന്നും 25,000 രൂപ വീതം നമ്മൾ പിരിച്ചെടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പൊളിച്ച മതിലുകൾ നമ്മൾ വീണ്ടും പണിതു കൊടുക്കണം. പിന്നെ സീതയുടെ വീട് വഴിക്ക് വിട്ട് വരുമ്പോൾ ഏകദേശം പകുതിയോളം പോകും. അപ്പൊ സീതയ്ക്ക് സേഫായിട്ട് താമസിക്കാൻ ഒരു ചെറിയ വീടെങ്കിലും പണിതു കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്വം. അതുപോലെ ഈ സൈഫൺ പുതുക്കി പണിയാനും കൂടി ഇത്രയും തുക ആവശ്യമായിട്ട് വരും. ഇനി 25,000 രൂപ വരണമെന്നോ? അതെന്തിനാ? ഞങ്ങൾ സ്ഥലം വിട്ടുതരുന്നില്ലേ? ബാക്കിയൊക്കെ മുനിസിപ്പാലിറ്റി അല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ശരി? റോഡ് വരുന്നതിന് നിങ്ങൾ എല്ലാവരും കച്ചിട്ട് അഥവാ സമ്മതപത്രം ഒപ്പിട്ട് തരണം. എന്നാലേ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കുള്ളൂ. ഇനി മുനിസിപ്പാലിറ്റി ഏറ്റെടുത്താലും അതിന് പുറമെ വരുന്ന തുകയെ കുറിച്ച് അഭീമം പറഞ്ഞത്. നിന്റെ പരിപാടി കൊള്ളാം ഭീമ. സ്ഥലം തരുന്ന പോരാഞ്ഞിട്ട് ഈ പാവങ്ങളെല്ലാം കൂടി 10-20,000 രൂപ കിടത്തണമെന്ന്. ഇത് കലക്കും. സ്ഥലത്തിന് പുറമെ 20,000 രൂപ നമ്മൾ എവിടുന്ന് കൊടുക്കാനാ ഭീമ? 1 പവൻ സ്വർണ്ണമെങ്കിലും എല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ.
വിൽക്കണ്ട, പണയം വെച്ചാൽ മതി. മിനിമം ഒരു 25,000 രൂപയും കിട്ടുമല്ലോ. പിന്നെ കിട്ടും. ആ 25 മുടക്കാം. ഈ വഴിയുടെ വീതി കൂടുന്നതനുസരിച്ച് സ്ഥലത്തിന്റെ വിലയും കൂടും. എത്ര കൂടും? ആ കാണുന്ന കൊസ്തേപ്പിന്റെ സ്ഥലത്തിനെ 5 ലക്ഷം രൂപയെ വില. നമുക്ക് 50,000 തേച്ച് കിട്ടോ? സീതയുടെ വീട് പൊളിക്കാനൊക്കെ അവള് സമ്മതിക്കോ? സമ്മതിപ്പിക്കണം. 2 ഭാഗത്തും സ്ഥലം തരുന്ന ഞാൻ അതുകൂടാതെ 25,000 രൂപ കൊണ്ട് തരണമെന്ന്. നടക്കുകയല്ല ഭീമ, നടക്കുകയല്ല. വേണ്ട, ജോബി ചേട്ടൻ കാശ് തരണ്ട. പിന്നെ നഷ്ടം കൂടുതലുള്ളവർ കാശ് തരേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ ജോബി ഓക്കെ. ആ, ഇനിയുള്ളത് കൊസ്തേപ്പിന്റെ കാര്യമാണ്. അതെ, ഭൂമി കിട്ടാനായിട്ട് നമ്മൾ സ്വല്പം വേർക്കും. ചിരിച്ചിരിച്ച് നമ്മൾ അവശതയാകും. എന്നാലേ സമയം കളയണ്ട, വേഗത്തിൽ ഇറങ്ങോ. പുള്ളിയോട് ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് വരാതെ. അതാണ്. അപ്പൊ നമ്മളെല്ലാവരും കൂടെ ജോബി ചേട്ടന്റെ നേതൃത്വത്തിൽ കൊസ്തേപ്പിന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണം. അത് തന്നെ എനിക്ക്. ആ കാര്യത്തിൽ നിന്നൊരു തീരുമാനം. ദാ ഭീമ, ഞാൻ വരുന്നില്ല. നെഞ്ചത്ത് നോക്കിയല്ല അതാ നാറി സംസാരിക്കില്ലടാ. എനിക്ക് കണ്ട കുരു പൊട്ടും. നിങ്ങൾ പോയിട്ടോ. ആ ശരി, അപ്പൊ ഞങ്ങൾ പോയി സംസാരിച്ചോട്ട് തിരിച്ചു വരാം. ആ അത് മതി. ഇത് പറയാനായിട്ടാണോ നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ആ സൈഫിന്റെ സൈഡിൽ കുറച്ച് സ്ഥലം വേണം. ഒരു വണ്ടി കയറി പോകാൻ പറ്റുന്ന അത്രയും സ്ഥലം നിങ്ങൾ എടുത്തോ. ഇവിടെ മണി, ഒരു 10-12 കൊല്ലം മുമ്പേ ഞാൻ ഈ കാര്യം തന്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നു. അപ്പൊ താൻ പറഞ്ഞ സൈമൺ ഡോക്ടർ തരൂല, ഇവൻ തരൂല, അവൻ തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്റെ അടുത്തേക്ക് സ്ഥലം ചോദിക്കാൻ വന്നിരിക്കും. അതല്ല കൊസ്തേപ്പെട്ട, ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോ ഐശ്വര്യമായിട്ട് ഇവിടെ നിങ്ങൾ തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങൾ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയോന്ന്. അല്ല, അഞ്ജുനോട് സംസാരിക്കണ്ടേ? അത് റീത്തേച്ച് ഒറ്റയ്ക്ക് ഡീൽ ചെയ്തോളൂ. നല്ല കാര്യമല്ലേ വഴി വരുന്നതൊക്കെ. പക്ഷെ വീട്ടിൽ സംസാരിക്കും. അമ്മയ്ക്കും ചേട്ടനും അവകാശമുള്ള വീടല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ രാവിലെ 10 മണിക്ക് ജെപിയുടെ വീട്ടിൽ കാണാലോ. ആ ശരി. സീതേ, നിന്റെ അയൽക്കാർക്ക് കൂടി വഴി വേദി കൂട്ടാൻ പോവാന്ന്. അത് നിന്റെ കുറച്ച് സ്ഥലം വേണത്രേ. സ്ഥലം എന്ന് പറയുമ്പോൾ വീടിന്റെ കോലായും കൂടെ ചേർത്ത് വേണം. എന്നിട്ട് പുതുക്കി പണിയാനുള്ള കാര്യങ്ങൾ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെയ്തു തരും, നല്ല വൃത്തിയായിട്ട് തന്നെ. ഈ ഓട്ടോ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് കൊണ്ടാ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നാശമായി പോകുന്നത്, അറിയോ? അല്ലാണ്ട് നിനക്ക് മോട്ടോർ വൈൻഡ് ചെയ്യാൻ അറിയില്ല എന്നിട്ടൊന്നും അല്ല. അതല്ലെന്നേ, ഞാൻ നമ്മുടെ റീതാ മാഡത്തോട് പറഞ്ഞേ ഇവിടെ ഉള്ളവരെല്ലാം ഒപ്പ് ശേഖരിച്ച് KCB കൊണ്ട് കൊടുക്കാൻ, ഒരു ട്രാൻസ്ഫോമറിന് അപേക്ഷിക്കാനാണ്. എന്നിട്ട് കൊടുത്തോ? നമ്മളൊന്നും ചോദിച്ചാ റീത്ത അക്കൗണ്ട്സ് കൊടുക്കത്തില്ലല്ലോ. കൊടുക്കുന്നുള്ള ഞാൻ കേട്ടോ. നിങ്ങളെങ്ങനെ വല്ലതും കേൾക്കും കേട്ടാ. ചവിട്ടി കുറിച്ച് വരുന്നുണ്ടല്ലോ. എന്താടാ ചേട്ടാ, എനിക്ക് ആ പുഴയുടെ തരത്തിൽ ആ സ്ഥലം എനിക്ക് ഭാഗം വെച്ചിട്ടുണ്ടോ? എന്തിനാടാ? എനിക്ക് ജൂലിയുടെ പിന്നെ എടുത്തൊരു വീട് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറാൻ വേണ്ടിയുണ്ടോ? അങ്ങോട്ടേക്ക് മാറാനാണോ അല്ലെങ്കിൽ ജൂലിയുടെ വീടിന്റെ അകത്തേക്ക് മാറാനാണോ? ചേട്ടാ, അതൊന്നും അറിയേണ്ട കാര്യമില്ല. ചേട്ടാ വീട്ടിൽ വരുവാണെങ്കിൽ അതിന്റെ 10 പൈസ ഞാൻ കമ്മീഷൻ തന്നേക്കാം. ഇവിടെ ഡാഡി ചാവാൻ കിടക്കണല്ലടാ അവിടെ. ഓ, അതൊക്കെ ചേട്ടാ വിചാരിച്ചാൽ നടക്കും. എന്തു ഡാഡിനെ കൊല്ലാനാ? എന്താടാ? എടാ നീ സമാധാനപ്പെടറാ. ഓ, ഡാഡി ആമേന വിടറാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. എടാ ഇതിലിപ്പോ എന്താ ആലോചിക്കാനിരിക്കുന്നേ? അവളുടെ ക്ലാസ്സിനും ഗുണമുള്ള കാര്യമല്ലേ. ഗുണം കിട്ടുന്ന വേറെ ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ടല്ലോ. ഇവള് കേൾക്കാറില്ലല്ലോ. അതിലെന്താ അമ്മയ്ക്ക് അഭിപ്രായമൊന്നുമില്ലേ? എന്നേക്കാൾ പ്രായമുള്ള ഒരു അമ്മയുണ്ട് ശബരിക്ക്. അവരെ നോക്കാൻ ഒരാൾ വേണ്ടേ? അവൻ ഒറ്റ മോനായിരുന്നു. അത് കഴിഞ്ഞിപ്പോ 2-3 കൊല്ലായില്ലേ. ഇനിയും എന്തിനാ അവളവിടെ പോയി താമസിക്കുന്നത്? ഇവളെ ഞാൻ വീട്ടിൽ കയറ്റാതിരിക്കുകയാണെന്നല്ലേ നാട്ടുകാർ വിചാരിക്കുക. നാട്ടുകാരുടെ മക്കളോടെ ഗുസ്തി പിടിച്ച് കളിക്കുക, അന്യ വീട്ടിൽ പോയി താമസിക്കുക. എന്തിനാ അതൊക്കെ? അത് അവളുടെ ഭർത്താവിന്റെ വീടാ, വിവരക്കേട് പറയരുത്. ഹാ, അഞ്ജു അവളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാതെ JPയെ പറ്റി മറിച്ചൊരു അഭിപ്രായം ഈ നാട്ടിലാർക്കും ഇല്ലെന്നേ. അമ്മ നമുക്ക് ആ സ്ഥലം കൊടുക്കാൻ പറ്റൂലേ? അതിനൊരു തീരുമാനം പറ. ഇനി ഞാൻ തടസ്സമൊന്നും വേണ്ട. നിങ്ങൾ എന്താ ചെയ്തോ? അതൊന്ന് ചിരിച്ചു പറയണ്ടേ JP? ഇവന്റെ ഒരു കാര്യം. ജോജൊക്കെ പള്ളി വന്നോളൂ. ഇപ്പൊ ഇത് മതി. മതി 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 മതി. ബാക്കിയൊക്കെ അവിടെ ചെന്ന് കഴിക്കാം. വാ, ഇറങ്ങ്, ഇറങ്ങ്, ഇറങ്ങ്. സമയം പോയി. ഞാൻ കയറി ഇറക്കടാ. എടാ ഉള്ളിന്റെ അങ്ങോട്ട് പോലെ അങ്ങനെയാണ്. എടാ ബസ്സും വണ്ടിയൊക്കെ അവിടെ ഇല്ലേ? റെഡിയാണ് പോളേട്ടാ, നടന്നോ. എടാ ഭീമ, വരാം. വഴി തരോ? ഓ എന്താടാ കൊച്ചപ്പേ, നിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണോ? നമ്മുടെ കൗൺസിലറാണ്ടാ, കൗൺസിലറേ. അതെ ഭീമ, നീ ആ ഡോക്ടറിന്റെ അവിടം വരെ ഉള്ള വഴിയൊക്കെ ഒന്ന് വെട്ടിത്തടിച്ചിടും. ഇവിടെ കുറച്ച് പണി നടക്കണ്ടെന്ന് പുള്ളി വരുമ്പോ കാണട്ടാ. 3-4 സെന്റ് സ്ഥലം തരാനുള്ള അല്ലേ? പുള്ളി വരാൻ ഒരു മാസം എടുക്കും. വന്നിട്ട് തുടങ്ങാന്ന് വെച്ചിട്ടാ. ഇപ്പൊ തന്നെ അങ്ങോട്ട് തുടങ്ങിക്കൂടെ?
പുള്ളി വരുമ്പോ തന്നെ അങ്ങോട്ട് വൃത്തിയിൽ കാണാല. വണ്ടി എടുക്കൂലേ വണ്ടിയിലേക്ക് കേട്ടാ സമയം പോകണ്ടടാ. എടാ വണ്ടി എടുക്കടാ. ചേട്ടാ ഈ വണ്ടിയിലോ ആ വണ്ടിയിലേക്ക് കയറിക്കോ. വാ 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 വാ. ചേട്ടാ ആ വണ്ടി ചേട്ടാ മുന്നത്തെ വണ്ടി. വാ വാ പിള്ളേരൊക്കെ മടിയിലിരുന്നാണ് വാ നടന്നോ. വണ്ടി വിടും.